ഇപ്പോൾ UK മാസ്റ്റേഴ്സ് UG ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്നെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ നിങ്ങളുടെ കൺഫ്യൂഷൻ? അപ്പോൾ അവർ പറയും സാർ ഇപ്പോൾ പൗണ്ട് റേറ്റ് കൂടി, ഇപ്പോൾ 130 ഒക്കെ ആയിട്ടുണ്ട്, 15,000 പൗണ്ട് ഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. ഇപ്പോൾ 8,000 പൗണ്ട് അടച്ച് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ മുകളിലായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു UK പഠിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50% ട്യൂഷൻ ഫീസിൻ്റെ പകുതി അടച്ച് ബാക്കി ഫൈനാൻഷ്യൽസൊക്കെ റെഡിയാക്കി വരുവാണെങ്കിൽ പോലും ഒരു 20-25 ലാഖിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് വരുവാണ്. അതാണ് നമ്മുടെ സ്റ്റെക്കിൻ്റെ കാരണം എന്ന് പറയുന്നത്. കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹത്തിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർ കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് ബഡ്ജറ്റ് നോക്കാതെ ലോൺ എടുത്ത് പോകുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ ബഡ്ജറ്റ് ഒരു വിഷയമായിരിക്കും. അപ്പം ബഡ്ജറ്റ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈ ഓഫർ ലെറ്റർ കിട്ടി അത് ജസ്റ്റ് പൗണ്ട് റേറ്റ് INR മാറ്റുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ പൈസ അടച്ച് എങ്ങനെ പോകും എന്നാലോചിച്ച് കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 10,000 അല്ലെങ്കിൽ 12,000 പൗണ്ട് ഫീസിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ UK ഓപ്ഷൻ വന്നിട്ടുണ്ട്. IELTS ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾക്ക് കോൺഫിഡൻസോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 അല്ലെങ്കിൽ 12,000 പൗണ്ടിന് ഫീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യും. കാരണം ഇത്രയും ഫീസ് അടച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ UK സ്വപ്നം പോകണേട്ടെ. ജസ്റ്റ് കണക്ട് us now.